അർജുനെ കണ്ടെത്താൻ സൈന്യത്തിന്റെ തെരച്ചിൽ. അർജുനായുള്ള തെരച്ചിൽ ദൌത്യത്തിൽ അണിനിരന്ന് സൈന്യവും. ബലഗാവിയിൽ നിന്നുള്ള 40 അംഗ സംഘം തെരച്ചിലിന് നേതൃത്വം നൽകുകയാണ്. രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായി മഴയും ശക്തമാണ്. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ശിരൂരിലെ അപകട സ്ഥലത്തെത്തി രക്ഷാദൌത്യത്തിന്റെ പുരോഗതി നേരിട്ട് വിലയിരുത്തി. എം കെ രാഘവൻ എംപിയും സ്ഥലത്തെത്തിയിരുന്നു. എന്നാൽ ശിരൂരിൽ റോഡിൽ വീണ മണ്ണിന്റെ 98% മാറ്റിയെന്നും ട്രക്കിന്റെ സാന്നിധ്യം ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നും കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണബരേഗൌഡ മനോരമ ന്യൂസിനോട് പറഞ്ഞു. റഡാർ സിഗ്നൽ നൽകിയ സ്ഥലങ്ങളിലെല്ലാം പരിശോധന പൂർത്തിയാക്കി. സൈന്യത്തിന്റെ നിർദ്ദേശപ്രകാരം തിരച്ചിൽ തുടരുമെന്നും എല്ലാ സാധ്യതയും പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സൈന്യത്തിനൊപ്പം ചേർന്നാണ് തങ്ങളും പ്രവർത്തിക്കുന്നതെന്ന് രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി രഞ്ജിത്ത് ഇസ്രയേലി പറഞ്ഞു. ട്രക്ക് മണ്ണിനടിയിൽ തന്നെയാണെന്നാണ് വിശ്വാസമെന്നും രഞ്ജിത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. Almost 98% is cleared. Wherever the radar showed some signal, we have exhausted all those locations, and there is no result from that. And today we have called the army also. They have come. We have asked them for their advice also. If army advises something, we'll do that. We have requested the Navy to look into the river portion. Whatever the Navy advises, we will go by the advice of the Navy. There are people with expertise, we will follow their advice. But here on the road, we will continue to clear whatever debris is there. But geological survey has advised that we should not remove everything, because if you remove everything, again there will be a landslide. So some amount, but wherever there was a likelihood that there could be a truck, we have cleared that area. Possibility എല്ലാം ഉള്ളത് ഈ ഒരു ലാൻഡ് ഏരിയ തന്നെ കിടപ്പുണ്ട്. വെള്ളത്തിൽ പോകാത്ത ഒരു ലാൻഡ് ഏരിയ തന്നെ കരഭാഗത്ത് തന്നെ കിടപ്പുണ്ട്. അപ്പൊ ട്രക്കൊന്ന് സ്പോട്ട് ഔട്ട് ചെയ്താൽ നമുക്ക് അർജുന് അതിൽ നിന്ന് പിന്നെടുക്കാൻ പറ്റത്തുള്ളൂ. ആർമി വന്നു, നമ്മളെല്ലാം ജോയിന്റ് ആയിട്ട് തീരുമാനം. ഇപ്പൊ സാറായിട്ട് കുറെ സംസാരിച്ചു. അപ്പൊ നമുക്ക് എല്ലാ ഐഡിയ സാറ് എല്ലാം കാര്യം ചോദിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ഒരുമിച്ചാണ് അത് മുന്നോട്ട് നീങ്ങുന്നത്. അക്ഷയ് ചേരുകയാണ്. അക്ഷയ്, 5 മണി കഴിയുന്നു സമയം. 6ാം ദിവസത്തിലാണ്. മഴയുണ്ട്. ഇപ്പോൾ ഇന്ന് കണ്ടെത്തുമെന്നൊരു പ്രതീക്ഷയിലായിരുന്നു ഇന്ന് രാവിലെ തന്നെ തിരച്ചിൽ തുടരുന്നത്. കാരണം ആ റഡാർ സിഗ്നലിലെ പ്രദേശങ്ങളൊക്കെ മാറ്റുമ്പോൾ അതിനുള്ളിൽ നിന്ന് കണ്ടെത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി പ്രതീക്ഷിക്കപ്പെടുന്ന തെരച്ചിൽ രീതികൾ എന്തൊക്കെയായിരിക്കും? അഭിലാഷ്, ഇനി ട്രക്കിനെയും അർജുനെയും കണ്ടെത്താനുള്ള സാധ്യത വളരെ വിദൂരമാണ്. അതിനുള്ള സാധ്യതകളും വളരെ കുറവാണ്. ഇന്ന് രാവിലെ മുതലുള്ള പ്രതീക്ഷകൾ മുഴുവൻ ഇന്നലെ കണ്ടെത്തിയ റഡാർ സിഗ്നൽ കേന്ദ്രീകരിച്ചായിരുന്നു. പക്ഷേ ഇന്ന് മണിക്കൂറുകളോളം എടുത്ത് ഈ മണ്ണ് നീക്കം ചെയ്തിട്ട് പോലും അതിന്റെ ഒരു സൂചന പോലും ഈ പ്രദേശത്ത് നിന്ന് കണ്ടെത്താനായിട്ടില്ല. പ്രത്യേകിച്ച് 70% ട്രക്കാണെന്ന തരത്തിലുള്ള രക്ഷാപ്രവർത്തകരൊക്കെ പറഞ്ഞത് ട്രക്കാണെന്നാണ്, ഈ സിഗ്നൽ വെച്ച് ട്രക്കാണെന്നാണ് ഇവർ പറഞ്ഞത്. പക്ഷേ അതൊന്നും ഇതുവരെ പ്രായോഗികമായില്ല. ഇതുവരെയും ഈ മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ ഈ റോഡ് നിരപ്പിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്തെങ്കിലും അതിനിടയിൽ ട്രക്കിന്റെ സാന്നിധ്യം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. പിന്നെ മന്ത്രി പറഞ്ഞ സാധ്യതയാണ് പുഴയിൽ ഈ കനത്ത മണ്ണൊലിപ്പിലൊക്കെയും ട്രക്ക് മുഴുവനായിട്ട് ഒലിച്ചു പോകാനുള്ള സാധ്യത. പ്രത്യേകിച്ച് ഈ നദിയിലടക്കം മൺതിട്ട രൂപപ്പെട്ട സാഹചര്യത്തിൽ അത്തരമൊരു സാധ്യത കൂടിയാണ് മന്ത്രി അടക്കം മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ രഞ്ജിത്ത്, അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരണം, മണ്ണിനടിയിൽ തന്നെ തുടരണമെന്ന നിലപാടാണ് രക്ഷാപ്രവർത്തകൻ കൂടിയായ രഞ്ജിത്ത് പങ്കുവെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 2 തരത്തിലുള്ള പരിശോധന ഇപ്പോൾ നിലവിൽ നടക്കുന്നുണ്ട്. ഒരു സ്ഥലത്ത് നിന്ന് സമാന്തരമായി. പക്ഷേ റോഡ് നിരപ്പിൽ നിന്നാണ് ഇപ്പോഴും മണ്ണ് നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗംഗാവലി നദിയിൽ ഇപ്പോഴും പരിശോധന നടത്തുകയാണ്. ലോറി ഉടമ മനാഫ് ഇപ്പോൾ ചേരുകയാണ്. ഇപ്പോൾ ഇന്നത്തെ പരിശോധന ഇപ്പോൾ എങ്ങനെ ഇതിപ്പോ എങ്ങനെ പറയട്ടെ, ഇപ്പൊ നമ്മളെ കയ്യിൽ കിട്ടിക്കണ്. ആദ്യമായിട്ട് എന്താ പറഞ്ഞാ ഇതിപ്പോ മൊത്തം നമ്മളെ കയ്യിലാണുള്ളത്. ഈ പണി നടന്നുകൊണ്ടിരിക്കണേ. ഇത് ആദ്യമായിട്ടാണ് ഈ പണി നടക്കാൻ നമ്മളെ കയ്യിലേക്ക് ഏൽപ്പിച്ച് തന്നിക്കണേ. അതായത് ഇപ്പൊ നമ്മൾ എന്താക്കുകയെന്ന് പറഞ്ഞാല്, ഇപ്പോൾ മുന്നേ പറഞ്ഞ ലൊക്കേഷനിൽ ഒരു ടീം, രഞ്ജിത്ത് ഇസ്രായേലും കുറച്ച് ആളുകളും ആ ഭാഗത്ത് തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്, അത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇൻ കേസ് പ്ലാൻ ബി അവിടെ വണ്ടി തള്ളിപ്പോരുകയാണെങ്കിൽ ഈ ഹോട്ടലുള്ള ചായപ്പീടിയുള്ള സ്ഥലത്താണ് ഉണ്ടാവേണ്ടത്. ഒരു ചാൻസ് വളരെ കുറവാണ് ഈ ഭാഗത്തേക്ക് വരാൻ. കാരണം ഈ മരം അവിടുന്ന് തള്ളുകയാണെന്നുണ്ടെങ്കിൽ 2-3 മറിഞ്ഞിട്ടേ വരുള്ളൂ. അങ്ങനെ മറിയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടൊക്കെ നമ്മളെ മരത്തിന്റെ പീസുകൾ കാണാൻ പറ്റുമായിരുന്നു. പക്ഷേ മരത്തിന്റെ ഒരു പീസും ഇവിടെ എവിടെയും ചിതറി കിടക്കാത്തതിനോണ്ട് വണ്ടി അവിടുന്ന് നീങ്ങിയിട്ടുണ്ടാവില്ല.
ഇനി അഥവാ പുഴയിലേക്ക് പോയിട്ടുണ്ടെങ്കിലും മരത്തിന്റെ പീസ് മുകളിൽ പൊന്തിക്കിടക്കും. റോഡ് നിരപ്പിലടക്കം മണ്ണ് നീക്കം ചെയ്തു. ഇപ്പൊ ആ കാണുന്ന മണ്ണ് എന്ന് പറയുന്നത് ഒരു ട്രാക്ക് കാണുന്നുള്ളൂ. രണ്ടാമത്തെ ട്രാക്ക് ഫുള്ളായിട്ട് മണ്ണാ. രണ്ടാമത്തെ ട്രാക്കിൽ മണ്ണിലപ്പ മണ്ണ് നിൽക്കുന്നത് രണ്ടാം ട്രാക്കിലാണുള്ളത്. അതും കഴിഞ്ഞിട്ടാണ് നമ്മളെ ലോറി പാർക്ക് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 2 ടീമായിട്ട് തരംതിരിച്ചിട്ട് ഒരു ടീം ഈ സൈഡും നോക്കുന്നുണ്ട്, മിലിറ്ററി ഈ സൈഡും നോക്കുന്നുണ്ട്. മിലിറ്ററിക്ക് ഇന്നിപ്പോൾ വേറെ കാര്യം ചെയ്യാനൊന്നുമില്ല. MK രാഘവൻ അടക്കമുള്ള ആളുകൾ പറയുന്നത് ഈ ടോറസ് ഇവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല, അത് പുഴയിൽ പോയിട്ടുണ്ടാവുമെന്നാണ്. അല്ല ഒരിക്കലും പോകില്ല. പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഇവിടെ കാണാം. ഒരു പീസ് മരത്തിന്റെ പീസ് കാണിച്ചെന്നാൽ മതി. 400 പീസ് മരമുണ്ട്. 400